അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹ സൂറത്തിൻ്റെ അർത്ഥമാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇതാണല്ലോ ഫാത്തിഹ സൂറത്ത്. അപ്പോൾ ഇനി അർത്ഥം നോക്കാം. അഊദു, ഞാൻ അഭയം ചോദിക്കുന്നു, കാവൽ തേടുന്നു എന്നും പറയാറുണ്ട്. ബില്ലാഹി, ദൈവത്തെ കൊണ്ട്, അള്ളാഹുവിനെ കൊണ്ട്, അള്ളാഹുവിനോട് ഞാൻ അഭയം ചോദിക്കുകയാണ്. എന്തിനെക്കുറിച്ചാണ് അഭയം ചോദിക്കുന്നത്? ആരെക്കുറിച്ചാണ് അഭയം ചോദിക്കുന്നത്, കാവൽ തേടുന്നത്? മിനശ്ശൈത്വാൻ, പിശാചിനെ തൊട്ട്. എന്താണ് പിശാച് ചെയ്യുക? പിശാച് മനുഷ്യനെ ഉപദ്രവിക്കാൻ തക്കം പാത്തിരിക്കും. ഏതൊക്കെ മേഖലയിൽ, ഏതൊക്കെ രംഗത്ത് അവനെ ഷർ ചെയ്യാൻ, മനുഷ്യവർഗത്തെ ദ്രോഹിക്കാൻ, അപകടത്തിൽപ്പെടുത്താൻ, തെറ്റിലേക്ക് നയിക്കാൻ കഴിയുമോ എന്ന് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നവനാണ് പിശാച്. അപ്പോൾ അവൻ്റെ ഷെറിനെ തൊട്ട് ഞാൻ, അവൻ്റെ ദ്രോഹത്തിനെ തൊട്ട് ഞാൻ ദൈവത്തോട് അഭയം ചോദിക്കുന്നു എന്നാണ് അഊദു ബില്ലാ എന്ന വാക്കിൻ്റെ അർത്ഥം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ശൈത്താനിൻ്റെ റജീമായ ശൈത്താൻ്റെ ഷെറിനെ തൊട്ട്. റജീം എന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ട, ദൈവത്തിൻ്റെ കോപത്തിന് വിധേയനായവനാണ് ശൈത്താൻ, പിശാച്. അപ്പോൾ അങ്ങനെയുള്ള ശപിക്കപ്പെട്ട പിശാച്ചിൻ്റെ ദ്രോഹത്തിൽ നിന്ന് ഞാൻ അള്ളാഹുവെ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. അടുത്തത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ നാമധേയത്തിൽ ഞാൻ തുടങ്ങുന്നു. എന്തൊരു കാര്യം നാം തുടങ്ങുകയാണ്, ബിസ്മി ചൊല്ലൽ സുന്നത്താണ്, നല്ല കാര്യമാണ്. ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ അപ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണം, എന്തൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും. അപ്പോൾ ബിസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ നാമധേയത്തിൽ ഞാൻ തുടങ്ങുന്നു. അർ റഹ്മാൻ റഹീം, കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹു, ദൈവം. അങ്ങനെയുള്ള ദൈവത്തിൻ്റെ നാമധേയത്തിൽ ഞാൻ ഈ സൂറത്ത്, ഈ അധ്യായം പാരായണം ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പം അടുത്തത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു, സർവസ്തുതിയും, ലില്ലാഹി, ദൈവത്തിനാണ്, അള്ളാഹുവിനാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും അള്ളാഹുവിനിക്കാണ്, ദൈവത്തിനാണ്. റബ്ബിൽ ആലമീൻ, റബ്ബ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം സംരക്ഷകൻ, പോറ്റി വളർത്തുന്നവൻ എന്നാണ് വാക്കിൻ്റെ അർത്ഥം. റബ്ബിൽ ആലമീൻ, ആലമിനെ മൊത്തം പോറ്റി വളർത്തുന്നവൻ, സംരക്ഷിക്കുന്നവൻ. ആലം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തെ മൊത്തം സംരക്ഷിക്കുന്നവനായ ദൈവമേ, ആ ദൈവത്തിനിക്ക് സർവസ്തുതിയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർ റഹ്മാനിർ റഹീം, കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹു. മാലിക് യൗമിദ്ദീൻ, അന്ത്യദിനത്തിൻ്റെ ഉടമസ്ഥൻ. മാലിക് എന്ന വാക്കിൻ്റെ അർത്ഥം ഉടമസ്ഥൻ എന്നാണ്. അതിൻ്റെ ഓണർ, അതിൻ്റെ ഉടമസ്ഥൻ, യഥാർത്ഥ അവകാശി. ഇവിടെ മാലിക് യൗമിദ്ദീൻ, അന്ത്യദിനത്തിൻ്റെ ഉടമസ്ഥൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ദിവസത്തിൻ്റെയും നിയന്ത്രണം അവൻ്റെ കയ്യിലാണ് എന്നർത്ഥം. എല്ലാ കാര്യങ്ങളും അവൻ്റെ കയ്യിൽ തന്നെ, അന്നും അവൻ്റെ കയ്യിൽ തന്നെയാണ് നിയന്ത്രണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, മാലിക് യൗമിദ്ദീൻ. ഇയ്യാക്ക നഅ്ബുദു വ ഇയ്യാക്ക നസ്തഈൻ. ഇനി അവിടെ നിങ്ങളുടെ പ്രാർത്ഥനയാണ്. ഇയ്യാക്ക, നിന്നെ മാത്രം, നഅ്ബുദു, ഞങ്ങൾ ആരാധിക്കുന്നു, വ ഇയ്യാക്ക, നിന്നോട് മാത്രം, നസ്തഈൻ, ഞങ്ങൾ സഹായം ചോദിക്കുന്നു. അല്ലാഹുവേ, ദൈവമേ. യഹ്ദിന, ഞങ്ങളെ നീ
സന്മാർഗത്തിലാക്കണമേ. ഇഹ്ദിന അസ്സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ വഴിയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണമേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച ആളുകളുടെ മാർഗത്തിൽ. ഗൈരിൽ മഗ്ലൂബി അലൈഹിം, നീ കോപിച്ച ആളുകളുണ്ട് അവരുടെ മാർഗത്തിൽ അല്ല. വലല്ലാലിൻ, പിഴച്ച ആളുടെ മാർഗത്തിലുമല്ല. നല്ല ആളുകളുടെ മാർഗത്തിൽ, സജ്ജനങ്ങളുടെ മാർഗത്തിൽ, സ്വാലിഹീങ്ങളായ ആളുകളുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണമേ. ആ സന്മാർഗം ഞങ്ങൾക്ക് നീ കാണിച്ചു തരണമേ എന്നാണ് എൻ്റെ അർത്ഥം. ആമീൻ, നീ ഉത്തരം ചെയ്യണമേ. അപ്പോൾ ഇതാണ് ഫാത്തിഹ സൂറത്തിൻ്റെ അർത്ഥം. ആവശ്യമുള്ളവർ എല്ലാവരും പഠിക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും.